ഇത് പറയാൻ പാടുണ്ടോ പാടില്ല എന്നല്ല, ആക്ച്വലി ചെറുതായിട്ട് ഇമോഷനാണ്. എൻ്റെ ഉപ്പ മരിച്ചു ജസ്റ്റ് 1 year ago. ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ഉമ്മക്ക് ബിസിനസ് ഉണ്ട്. ബട്ട് ഉമ്മൻ്റെ സ്ട്രഗിൾ എത്ര, ഞങ്ങൾക്ക് 5 പെൺകുട്ടികളും നോക്ക്, ഞാൻ ഏറ്റവും ഇളയത്. അപ്പോൾ ആ സ്ട്രഗിൾ എത്ര നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും, ഓരോ ഉമ്മമാർക്കും മനസ്സിലാവും. അപ്പോൾ എനിക്ക് ആ ഒരു തോട്ട് എനിക്ക് നല്ല ഫീൽ ആയി. അതിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് വന്നത് അതന്നെ. എത്ര സ്ട്രഗിൾ ആയിരിക്കണം നിങ്ങളൊന്നും ആലോചിച്ച്. 3 കല്യാണം കഴിച്ചു, നല്ലൊരു വീട്ടില് എത്തിച്ചു. ഒരാളിപ്പോ നിലമ്പൂർ ഡയറ്റീഷ്യൻ ഫുഡ് ടെക്നോളജി പഠിക്കാണ്. എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആഗ്രഹം, നിങ്ങൾക്കറിയാലോ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഞാൻ നല്ല സംസാരിക്കും. എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു എയിം ചെയ്യണം. എടാ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവൂലേ, നമ്മളൊരു ഇതാവുമ്പോ നമ്മൾക്ക് എന്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഫാമിലിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ഒരു നല്ലൊരു കാര്യമില്ല, അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റണത്ര നമ്മൾ ചെയ്തെടുക്കണം. ഞാൻ ഈ വെക്കേഷനിൽ അങ്ങനെ കുറെ നോക്കിയും എന്നെ കൊണ്ടിരിക്കണ ഏതൊരു കുഞ്ഞു ജോബായാലും പോലും എയിം ചെയ്യണല്ലോ. എന്താ വെച്ചാൽ ഒരു 500 രൂപ മാസം കിട്ടാണെങ്കിൽ പോലും നമ്മൾ അതും പാരന്റ്സിന് വെച്ചെടുക്കുമ്പോൾ നമുക്കൊരു പ്രൗഡായിരിക്കും അല്ലേ. ആണ്, കാരണം നമ്മുടെ ഫസ്റ്റ് സാലറി അങ്ങനെ ഒരു തോട്ട് തന്നെ ആയിരിക്കും. ഉമ്മക്ക് അങ്ങനെ തന്നെ ഉമ്മ എന്റെ പോലെ തന്നെയാണ്. ടോക്കിച്ചാണ്, നല്ല ആൾക്കാരായിട്ട് ഭയങ്കര കമ്പനി ആവാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണ്. അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും, ഞാനും നല്ല ടോക്കറ്റീവാണ്. ഞാൻ ഇതേപോലെ പൊതുവെ സ്കൂളിലൊക്കെ നല്ല സംസാരിക്കും. എനിക്ക് മോട്ടിവേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ആ ഒരു മേഖലയിൽ ഒന്നിക്ക് ആ ഫീൽഡ് പോകും, അല്ലെങ്കിൽ മിലിറ്ററി അങ്ങനത്തെ ഫീൽഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഔട്ട്ഫിറ്റ് ആയിരിക്കും, ഇവിടെ എനിക്ക് എന്തോ അങ്ങനത്തെ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു ടൈമിൽ ഇങ്ങനെ പോവാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ആ മിലിറ്ററി ഫീൽഡിൽ കൂടി ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ ആയി പോകും. എന്നുവെച്ചാൽ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഈ നടുവ് കൂടി സംസാരിച്ചു പോകുന്നതും എനിക്ക് മിസ്സിനെ കണ്ടപ്പോൾ എനിക്ക് സീരിയസ്ലി ഐ എം പ്രൗഡ്. സീരിയസ്ലി എല്ലാവർക്കും ചിലവരോട് പറയും ഇന്ന ഒരാൾ അഭിമാനിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ നമ്മളോട് പറയണേ നല്ല രസം എന്തെങ്കിലും പറയണേ, എനിക്ക് തീരെ സ്റ്റേജ് ഫിയർ ഇല്ല, ഒരു കോൺഫിഡൻറ്റാ. സീരിയസ്ലി അത് മിസ്സിനത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പോ പിന്നെ ഉപ്പ ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു സംഭവം ഒരു 1 year ആയിട്ട് നീ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ? സ്ട്രഗിൾ അല്ല,